ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ശ്രീമന്നാരായണീയം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി നാരായണപാദങ്ങളിൽ മേഘശ്യാമളവർണ്ണന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. ആ നാരായണീയത്തെ പ്രതിദിനം പ്രതിശ്ലോകം നാം നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 110-ാമത്തെ ദിവസം 11-ാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ആ ശ്ലോകം നമ്മളിപ്പോൾ ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിനുശേഷം ഭാഷാഗാനം പാടി സമർപ്പിക്കുക. ആദ്യം ശ്ലോകം. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈരനേകവാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാം. മുനീശ്വരാഃ അതീതകക്ഷ്യാ മനോജ്ഞ നൈശ്രേയസകാനനാദ്യൈ അനേകവാപീ മണിമന്ദിരൈച അനോപമം തം ഭവതഃ തം നികേതം പ്രാപു എന്ന് പറയണു. ഇവിടെ മുനീശ്വരാഃ അതീതകക്ഷ്യാ
മഹർഷിമാര്, ആരായി സനകാദി യോഗീശ്വരന്മാര്, ആ 6 മതിൽക്കെട്ടുകൾ കടന്ന് മനോജ്ഞ നൈശ്രേയസ കാനനാദ്യേഹി, അതിമനോഹരമായ നൈശ്രേയസം എന്ന ഉദ്യാനം മുതലായവ കൊണ്ടും അനേക വാപീമണി മന്ദിരൈശ്ച, അനേകം തടാകങ്ങൾ കൊണ്ടും മണിമാളികകൾ കൊണ്ടും അനോപമം ഭവതഃ തം നികേതം പ്രാപു, അനോപമം ഉപമിക്കാൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള അവിടുത്തെ ആ വാസഗൃഹത്തിൻ്റെ വൈകുണ്ഠത്തിൻ്റെ ഗോപുരദ്വാരത്തിലേക്ക് എത്തിച്ചേർന്നു സനകാദി യോഗീശ്വരന്മാര് എന്ന് പറയുന്നു. അപ്പോൾ വൈകുണ്ഠത്തിലുള്ള ഉദ്യാനത്തിൻ്റെ പേരാണ് നൈശ്രേയസം എന്ന്. കൽപ്പക വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ് അമൃതജലം നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ, 4 ഭാഗത്തും പവിഴം കൊണ്ടും ഒക്കെ പടുത്തു കെട്ടിയിട്ടുണ്ട്. മണിമാളികകളിൽ എപ്പോഴും ഭക്തജനങ്ങൾ ഭഗവത് കഥകൾ പറയുന്നത് കേൾക്കാം. അങ്ങനെ പറയാണ്, എന്തുകൊണ്ട് നോക്കിയാലും ഭഗവാന്റെ ആ വൈകുണ്ഠത്തിന് തുല്യമായി ലോകത്തിൽ ഒരു സ്ഥലവുമില്ല. 6 മതിലും കടന്ന് 7ാമത്തെ മതിലിനുള്ളിലാണ് ഭഗവാന്റെ വാസഗൃഹം. അതിൻ്റെ ഗോപുരവാതിൽക്കൽ എത്തിച്ചേർന്നു സനകാദി യോഗീശ്വരന്മാര്. ഇവിടെ അനുപമം എന്നുള്ളതിന് അനോപമം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു നിലയ്ക്കും ഉപമിക്കാൻ സാധിക്കാത്തത്. ആ ഉപമ ഓപമ, ഈഷത് സാദൃശ്യം, അതില്ലാത്തത് അനോപമം എന്ന് വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം നമുക്ക് ഭാഷാഗാനം പാടി സമർപ്പിക്കാം. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യാ. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. മോക്ഷദായകവും അതിമോഹനവുമായ തവ ഉദ്യാനവും മന്ദിരവും കടന്നു ചെന്നു. അനുപമ ഗുണനിധേ അവിടുത്തെ അപദാനം അവിരാമം പാടിക്കൊണ്ട അവധൂതന്മാർ. നാരായണ 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 രാധാ ഗോവിന്ദ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ.